ജില്ലയിൽ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വയനാട് മഡ് ഫെസ്റ്റിന് ഈ മാസം 6-ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ്, DTPC, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ ടൂറിസം സംഘടനകൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മഡ് ഫെസ്റ്റ് 2ാം പതിപ്പ് നടക്കുന്നത്. മഴപ്പെയ്ത്തോടെ വയനാടിന്റെ നിറം തന്നെ മാറി. കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞു. വയലിലെ ചെളിയിൽ തീപാറുന്ന മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് വയനാട്ടിൽ. മഡ് ഫെസ്റ്റ് 2ാം പതിപ്പ് 6-ാം തീയതി മൺസൂൺ മാരത്തോടെ തുടങ്ങും. ഫുട്ബോൾ, വടംവലി, വോളിബോൾ, കബഡി, പഞ്ചഗുസ്തി എല്ലാം വയലിൽ പാകപ്പെടുത്തിയ ചെളിയിൽ നടക്കും. ഒപ്പം മൺസൂൺ ക്രിക്കറ്റ്, മൺസൂൺ ട്രക്കിംഗ്, കയാക്കിംഗ് തുടങ്ങിയ മത്സരങ്ങൾ വേറെയും. മൺസൂൺ കാല ടൂറിസം ഇപ്പോൾ ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും വളരെ വിജയകരമായി ആളുകൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വയനാട്ടിൽ ഈ ഒരു മൺസൂൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും ഇവിടെയുള്ള നമ്മുടെ തദ്ദേശീയരായ ആളുകൾക്കും ഉൾപ്പെടെ ഒരു ടൂറിസത്തിന്റെ ആംഗിളിലൂടെ മൺസൂൺ പ്രൊജക്റ്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ജില്ലയെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ കുറച്ചും കൂടി അതിന് പ്രചാരം നൽകുകയുമാണ് ഈ ഒരു പരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. താലൂക്ക് തലത്തിലാണ് മത്സരങ്ങൾ തുടങ്ങുക. ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളും മഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കും. കഴിഞ്ഞ തവണ സംഘടിപ്പിച്ച മഡ് ഫെസ്റ്റ് വൻ വിജയമായിരുന്നു. കൂടുതൽ സഞ്ചാരികളെ മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി ജില്ലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം. 24 വയനാട്.